ഹായ്, വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ടാലിയിൽ GSTR1 B2C ലാർജ് ഇൻവോയ്സസ്, അതേപോലെ സെയിൽസ് റിട്ടേൺ ആയ ക്രെഡിറ്റ് നോട്ട് രജിസ്റ്റേർഡ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് അൺരജിസ്റ്റേർഡ്, എക്സ്പോർട്ട് ഇൻവോയ്സസ്, നിൽ റേറ്റഡ് ഇൻവോയ്സസ് തുടങ്ങിയവയൊക്കെ എന്താണ്, എക്സാമ്പിൾ സഹിതം നമ്മൾ ഇതെല്ലാം എങ്ങനെയാണ് ഇതിൽ GSTR1 ക്യാപ്ചർ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുകയാണ്. B2C ലാർജ് ഇൻവോയ്സസ് എന്താണ്? 2.5 ലക്ഷത്തിൽ കൂടുതൽ ഒരു ഇൻവോയ്സ് നമ്മൾ സെയിൽ ചെയ്യുകയാണ്. അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് ഇൻഡർസ്റ്റേറ്റ് സെയിലായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ B2C ലാർജ് ഇൻവോയ്സസിൽ അത് ക്യാപ്ചർ ചെയ്യും. B2C ലാർജ് ഇൻവോയ്സസ് എന്നാൽ 2.5 ലക്ഷത്തിൽ കൂടുതൽ ഉള്ള ഒരു ഇൻഡർസ്റ്റേറ്റ് സെയിൽ നമ്മൾ അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണ്. നമുക്ക് എക്സാമ്പിൾ സഹിതം നോക്കാം. നമ്മൾ ഒരു ക്യാഷ് സെയിലാണിത്. നമ്മളിവിടെ കസ്റ്റമറെ പേര് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സ്റ്റേറ്റിൽ നമ്മൾ സ്റ്റേറ്റ് കൊടുത്തു, രജിസ്ട്രേഷൻ ടൈപ്പ് കൊടുത്തു. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വൺ നമ്മളൊരു എക്സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ഇൻവോയ്സ് 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, 2.5 ലക്ഷത്തിൽ കൂടുതൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് നമ്മളിവിടെ അടിച്ചത്. നമ്മൾ IGST സെലക്ട് ചെയ്യുന്നു, കാരണം ഇൻഡർസ്റ്റേറ്റ് സെയിലാണ് അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക്. 2.5 ലക്ഷമാണ് വന്നിരിക്കുന്നത്. ഈ ഇൻവോയ്സ് നമ്മൾ GSTയിൽ ക്യാപ്ചർ ചെയ്യുമോ? നമുക്ക് നോക്കാം. GSTR1 റിപ്പോർട്ടിൽ B2C സെയിൽസിൽ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. B2C ലാർജ് ഇൻവോയ്സസിൽ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻസ്, B2C ലാർജ് ഇൻവോയ്സസിൻ്റെ കണ്ടീഷൻസ് എന്താണ്? ഇൻഡർസ്റ്റേറ്റ് സെയിൽ 2.5 ലക്ഷത്തിൽ കൂടുതൽ അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യും. നെക്സ്റ്റ് ഇതേ എക്സാമ്പിൾ തന്നെ 2.5 ലക്ഷത്തിൽ താഴെയാണ് ഇൻഡർസ്റ്റേറ്റ് സെയിൽ, അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് 2.5 ലക്ഷത്തിൽ താഴെ നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം. അത് എവിടെ ക്യാപ്ചർ ചെയ്യും? നമുക്ക് നോക്കാം. 2.5 ലക്ഷത്തിൽ താഴെ നമ്മളൊരു ബില്ല് റേസ് ചെയ്യുന്നു. ഇതിലും IGST വർക്ക് ചെയ്യുള്ളൂ. CGST വർക്ക് ചെയ്തത് നമ്മൾ ആ ലെഡ്ജറിൻ്റെ ഉള്ളിൽ നമ്മൾ ബില്ല് ടൈപ്പ് ചെയ്യുന്നിടത്ത് നമ്മൾ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കേരള എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ GST ക്ലാസ്സിൽ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, അവിടെ GST രജിസ്ട്രേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യുക, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. CGST ഇപ്പോൾ ഇൻആക്റ്റീവായി. ഇനി IGST പ്രസ് ചെയ്യുക, ഓട്ടോ ടാക്സ് കാൽക്കുലേഷൻ വന്നു, സെസ് വന്നു. ഇതിപ്പോൾ 2.5 ലക്ഷത്തിൽ താഴെയാണ്. നെക്സ്റ്റ് നമ്മളിത് ഈ ഇൻവോയ്സ് നമ്മൾ സേവ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. GSTR1 റിപ്പോർട്ടിലേക്ക് വരിക. ഇത് B2C ലാർജിൽ വന്നോ? ഇല്ല. നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു ഇൻവോയ്സ് മാത്രമേ ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. B2C സ്മോളിൽ നിങ്ങൾ കണ്ടില്ലേ, പുതുച്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവോയ്സ് 18% ഇൻഡർസ്റ്റേറ്റ് വന്നിരിക്കുന്നു. ഇതിൽ ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സെയിൽസ് റിട്ടേൺ രജിസ്റ്റേർഡ് പാർട്ടിക്ക് നമ്മൾ സെയിൽസ് റിട്ടേൺ വരുമ്പോൾ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ഒരു സെയിൽസ് നമ്മൾ രജിസ്റ്റേർഡ് പാർട്ടിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മുഹമ്മദ് എന്ന കസ്റ്റമർ, ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്. വളരെ ശ്രദ്ധിക്കേണ്ടത് ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്. സെയിൽസ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മളിത് വളരെ കറക്റ്റ് സ്പെസിഫിക് ചെയ്യണം. ഇല്ലെങ്കിൽ GSTR1 അത് മിസ്മാച്ചിൻ്റെ കോളത്തിൽ അത് വരുന്നതായിരിക്കും. നമുക്ക് GSTR1 കണ്ടില്ലേ, B2C IGST ആണ്, കണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് നോട്ട് നമുക്ക് ഇന്നാക്റ്റീവ് അല്ല. നമ്മൾ F11 പ്രസ് ചെയ്തു, ഫീച്ചേഴ്സ് പ്രസ് ചെയ്തു, നമ്മൾ യൂസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് യെസ് കൊടുത്തു. അതിൽ ഇൻവോയ്സ് മോഡ് യെസ് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്തു. ഇപ്പോൾ ക്രെഡിറ്റ് നോട്ട് ആക്റ്റീവായി. ഇവിടെ നമ്മൾ ഒറിജിനൽ ഇൻവോയ്സ് നമ്പറിൽ നമ്മൾ ഏത് ബില്ലിലാണ് അവർക്ക് സെയിൽ ചെയ്തത്, ആ രജിസ്റ്റേർഡ് പാർട്ടിക്ക് ഏത് ബില്ലിലാണ് നമ്മൾ സെയിൽ ചെയ്തത്, ആ സെയിൽസ് ബില്ല് കൊടുക്കുക. ഏത് ഡേറ്റാണോ ആ ബില്ലിലെ ഡേറ്റ് അതും കൊടുക്കുക. നെക്സ്റ്റ് റിട്ടേൺ ചെയ്ത പ്രൊഡക്റ്റ് നമ്മൾ അതിൽ കൊടുക്കുക. A4 ഷീറ്റ്, പെന്ന് തുടങ്ങിയ 2 പ്രോഡക്റ്റ്സ് നമ്മളതിൽ നിന്ന് റിട്ടേൺ എടുത്തു. നമുക്ക് നോക്കാം. CGST SGST ടൈപ്പ് ചെയ്തു. നമ്മളതിൽ CGST ടൈപ്പ് ചെയ്തു. ടാക്സ് അനാലിസിസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ
ഈ ഇൻവോയ്സ് നമ്മൾ ടൈപ്പ് ചെയ്തു, നമ്മൾ സേവ് ചെയ്തു. GSTR1 റിപ്പോർട്ടിൽ ഇത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? 1600 ടാക്സബിൾ വന്നിട്ടുണ്ട്. ഇനി അൺരജിസ്റ്റേർഡ് സെയിൽസ് റിട്ടേൺ അഥവാ ക്രെഡിറ്റ് നോട്ട് അൺരജിസ്റ്റേർഡ്, ഇതെങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുക? B2C ലാർജ് ഇൻവോയ്സസിൽ നമ്മൾ ചെയ്ത സെയിൽസ് റിട്ടേൺ ആണ് അൺരജിസ്റ്റേർഡ് ക്രെഡിറ്റ് നോട്ട് അൺരജിസ്റ്റേർഡിൽ ക്യാപ്ചർ ചെയ്യുക. ഇതാണ് നമ്മൾ B2C ലാർജ് ഇൻവോയ്സസിൽ ക്യാപ്ചർ ചെയ്ത ഒരു ഇൻവോയ്സ്. ഇത് നമ്മൾ രണ്ടെണ്ണമായിട്ട് സെറ്റ് ചെയ്യുക, 2 ക്വാണ്ടിറ്റി ആക്കുകയാണ്, ഒരെണ്ണം നമുക്ക് റിട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ നമ്മൾ B2C നമ്മളൊരു എക്സാമ്പിൾ വേറൊന്നും ചെയ്തില്ല, 2.5 ലക്ഷത്തിൽ താഴെ, അത് നമുക്ക് ഒരു 2 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം, 2 ക്വാണ്ടിറ്റി ആക്കി സെറ്റ് ചെയ്യാം. 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2.5 ലക്ഷത്തിൽ കൂടുതൽ നമ്മൾ ഒരു സെയിൽ ചെയ്തു, 2.5 ലക്ഷത്തിൽ കുറവ് നമ്മൾ സെയിൽ ചെയ്തു. രണ്ടും നമുക്ക് സെയിൽസ് റിട്ടേൺ ആക്കിയിട്ട് എടുത്തു നോക്കാം, എവിടെയാണ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ നമ്മൾ വരുന്നു. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ B2C സ്മോളിൻ്റെ അതിൻ്റെ ഇൻവോയ്സ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇൻവോയ്സ് നമ്പർ, ഡേറ്റ് നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ ഈ ഇൻവോയ്സ് നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഇൻവോയ്സ് നമ്പർ ടൈപ്പ് ചെയ്ത് ഇൻവോയ്സ് ഡേറ്റ് ടൈപ്പ് ചെയ്തു, ക്യാഷ് ചെയ്തു. ഇനി അവിടെ കസ്റ്റമർ നമ്മൾ സ്റ്റേറ്റ് മെൻഷൻ ചെയ്തു, GST രജിസ്ട്രേഷൻ ടൈപ്പ് മെൻഷൻ ചെയ്തു. നെക്സ്റ്റ് ആ പ്രോഡക്റ്റ് റിട്ടേൺ എടുക്കണം. ഒരെണ്ണം നമ്മൾ റിട്ടേൺ എടുത്തു. അതിൽ ടാക്സ് നമ്മൾ ടൈപ്പ് ചെയ്തു, സെസ് ടൈപ്പ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തു. GSTR1 റിപ്പോർട്ടിൽ ഇത് അൺരജിസ്റ്റേർഡിൽ ക്യാപ്ചർ ചെയ്തു, അൺരജിസ്റ്റേർഡ് ക്രെഡിറ്റ് നോട്ടിൽ ഇത് ക്യാപ്ചർ ചെയ്തു, കണ്ടില്ലേ? ഇനി B2Cയിൽ നമ്മളൊരു ഇൻവോയ്സ് സെയിൽസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അത് റിട്ടേൺ എടുത്തു നോക്കാം, അതെവിടെയാണ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു സെയിൽസ് റിട്ടേൺ, വേറെ നോർമൽ ഒരു സെയിൽസ് റിട്ടേൺ കൂടി നമുക്ക് 2 സെയിൽസ് റിട്ടേൺ എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കാം. ഒരു ഇൻട്രസ്റ്റേറ്റ്, 2 അൺരജിസ്റ്റേർഡ് സെയിൽ, അതിലൊന്ന് ഇൻട്രസ്റ്റേറ്റ് സെയിലാണ്, അൺരജിസ്റ്റേർഡ് 2.5 ലക്ഷത്തിൽ താഴെ. അതേപോലെ ഒരു അൺരജിസ്റ്റേർഡ് സെയിൽ, അങ്ങനെ 2 സെയിൽസ് റിട്ടേൺ നമുക്ക് നോക്കാം. സാധാ നോർമൽ സെയിൽസ് റിട്ടേൺ, അൺരജിസ്റ്റേർഡ് പാർട്ടിക്കുള്ള ഒരു സെയിൽസ് റിട്ടേൺ, കേരളത്തിനുള്ളിൽ അഥവാ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഇൻട്രാ-സ്റ്റേറ്റ് സെയിൽസ് റിട്ടേൺ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. നമ്മൾ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്തു, ഇൻവോയ്സ് നമ്പർ കൊടുത്തു, പ്രൊഡക്റ്റ് ടാക്സ് ഒക്കെ കൊടുത്തു. ഓക്കെ, ടാക്സ് അനാലിസിസ് നമ്മൾ പ്രസ് ചെയ്തു, അതിൽ ടാക്സ് അനാലിസിസ് പ്രസ് ചെയ്തു, അതിലൊന്നും പ്രോബ്ലംസ് ഇല്ല, നമ്മൾ സേവ് ചെയ്തു. നെക്സ്റ്റ് GSTR1 നമ്മൾ വരിക. നമ്മളിത് നോർമൽ കേരളത്തിനുള്ളിലുള്ള ഒരു സെയിലാണ്, സെയിൽസ് റിട്ടേൺ ആണ്. B2C സ്മോളിൽ കേരളത്തിൻ്റെ സെയിൽസിൽ ഇത് ടോട്ടൽ 12% ഇത് മൈനസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? GSTR1 ഫയൽ ചെയ്യുന്ന സമയത്ത് അൺരജിസ്റ്റേർഡ് കസ്റ്റമേഴ്സിൻ്റെ സെയിൽസ് റിട്ടേൺസ് ഓരോ ഇൻവോയ്സ് ആയിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട, അതിൻ്റെ സെറ്റ് ഓഫ് എമൗണ്ട് സ്പെസിഫൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു ഇൻവോയ്സ് ക്രെഡിറ്റ് നോട്ടും കൂടി എടുക്കാം. നമ്മൾ നേരത്തെ ഇൻഡർസ്റ്റേറ്റ് സെയിൽ അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് ബിലോ 2,50,000 ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഇൻവോയ്സ് സെയിൽസ് റിട്ടേൺ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ക്യാഷ് കൊടുത്തു, അവിടെ ക്യാഷിൽ നമ്മൾ സ്റ്റേറ്റ്, GST രജിസ്ട്രേഷൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു, പ്രൊഡക്റ്റ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് IGST കൊടുത്തു, സെസ് ഇവിടെ കൊടുക്കണം. ആ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ സെസ് ഉള്ളത് കൊണ്ടാണ് സെസ് ഒരു എക്സാമ്പിളായിട്ട് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നു. ഓക്കെ, ഇനി GSTR1 നമ്മൾ വരിക. GSTR1 B2C സ്മോൾ ഇൻവോയ്സസിൽ പുതുച്ചേരിയിൽ ഇത് സെറ്റ് ഓഫ് ചെയ്ത് വന്നിരിക്കുന്നു. ഒരു സെയിൽസ് ഉണ്ട്, ഒരു സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. സെയിൽസ് റിട്ടേൺ അൺരജിസ്റ്റേർഡ് പാർട്ടീസ്, അൺരജിസ്റ്റേർഡ് കസ്റ്റമർ, അത് B2C സ്മോൾസിൽ സെറ്റ് ഓഫ് ചെയ്താണ് വരിക, അല്ലാതെ ക്രെഡിറ്റ് നോട്ട് അൺരജിസ്റ്റേർഡിൽ വരില്ല. ഇനി എക്സ്പോർട്ട് ഇൻവോയ്സസ് എന്താണ്? രാജ്യത്തിന് പുറത്ത് നമ്മൾ സെയിൽസോ സർവീസോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഹെഡാണ് എക്സ്പോർട്ട് ഇൻവോയ്സസ്. നമ്മളിവിടെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. UAE ആണ് ഇതിൻ്റെ കൺട്രി നമ്മൾ കൊടുത്തിരിക്കുന്നത്, അൽവാദിയ ഗ്രൂപ്പ്. ഓക്കെ, ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ആ പ്രൊഡക്റ്റ് ചെയ്തു. ഈ എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നമുക്കിത്
ചെയ്ത് നമ്മൾ രാജ്യത്തിന്, അതായത് എക്സ്പോർട്ട് സെയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പോർട്ട് ഇൻവോയ്സസിൽ റെക്കോർഡ് ചെയ്യപ്പെടും. IGST ഇവിടെ വർക്ക് ചെയ്യുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. കാരണം IGST സ്റ്റേറ്റിന് പുറത്തോ രാജ്യത്തിന് പുറത്തോ ഒരു സെയിൽ നടക്കുമ്പോൾ മാത്രമാണ് IGST വർക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, എക്സ്പോർട്ട് ഇൻവോയ്സസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ. നെക്സ്റ്റ്, നിൽ റൈറ്റഡ് ഇൻവോയ്സസ്. GST ചില പ്രൊഡക്റ്റിന് 0 റൈറ്റഡ് ഇൻവോയ്സസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 0 റൈറ്റ് ഇൻവോയ്സസ് ആണ് അവരത് പറയുന്നത്. ഒരു എക്സാമ്പിൾ ത്രൂ നമുക്കിത് മനസ്സിലാക്കാം. ജിഞ്ചർ ഫ്രഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, കൺട്രോൾ എൻ്റർ അടിക്കുക. ആ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കൺട്രോൾ പ്ലസ് എൻ്റർ. ഓക്കെ. അപ്ലിക്കബിളിൽ GST ആൾട്ടർ ഡീറ്റെയിൽസ് എസ് കൊടുത്തു. അഥവാ നിങ്ങൾക്ക് ഇത്തരം ഡീറ്റെയിൽസ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, F12 കോൺഫിഗറേഷൻ പ്രസ് ചെയ്തിട്ട് ഇതെല്ലാം എസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും എനേബിൾ ചെയ്ത് കിട്ടും. നിൽ റൈറ്റഡ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടില്ലേ, നിൽ റൈറ്റഡിൽ എക്സെപ്റ്റ് ടാക്സബിൾ എന്നുണ്ട്. ഇതിൽ നിൽ റൈറ്റഡ് ആണ്. ജിഞ്ചർ ഫ്രഷ് എന്ന് പറയുന്നത് നിൽ റൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് ടാലി റെക്കോർഡ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ വളരെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു നിൽ റൈറ്റഡ് പ്രൊഡക്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു കിലോൻ്റെ ഒരു ജിഞ്ചർ ഫ്രഷ് കൊടുത്തു. 50. CGST വർക്ക് ചെയ്യില്ല, IGST വർക്ക് ചെയ്യില്ല, SGST വർക്ക് ചെയ്യില്ല. കാരണം ഇത് നിൽ റൈറ്റഡ് പ്രൊഡക്റ്റാണ്. നമുക്കിത് സേവ് ചെയ്യാം. ടാക്സ് അനാലിസിസ് നോക്കുക. ടാക്സ് അനാലിസിസിൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും കാണില്ല. കണ്ടില്ലേ, ടാക്സ് ഡിഫറൻസ് ഒന്നുമില്ല. കാരണം 0 റൈറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് GSTR1 റിപ്പോർട്ടിൽ നമ്മൾ തിരിച്ചു വരിക. GSTR1 റിപ്പോർട്ടിലെ നിൽ റൈറ്റഡ് ഇൻവോയ്സസ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ 4 കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇൻഡസ്ട്രേറ്റ്, സപ്ലയർ, രജിസ്റ്റേർഡ്, അൺരജിസ്റ്റേർഡ് തുടങ്ങിയ നമ്മൾ ഏതൊക്കെ 4 സൈസ് കാറ്റഗറി, രജിസ്റ്റേർഡ്, അൺരജിസ്റ്റേർഡ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ക്യാപ്ചർ ചെയ്യും. നെക്സ്റ്റ്, ഇതേ ഇൻവോയ്സ് നമ്മൾ നിൽ റൈറ്റഡും ഒരു ഇൻവോയ്സ്, സെയിം ഇൻവോയ്സിൽ ഒരു ഐറ്റം നിൽ റൈറ്റഡും ഒരു ഐറ്റം ടാക്സ് റേറ്റും ഉള്ള ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് എവിടെ ക്യാപ്ചർ ചെയ്യും? നിങ്ങൾ വളരെ അധികം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിൽ റൈറ്റഡ് ഇൻവോയ്സസ് ആണ് GSTR1 ക്യാപ്ചർ ചെയ്യുന്നത്. ഇത് നിൽ റൈറ്റഡ് ഇൻവോയ്സസ് അല്ല. കാരണം ഇവിടെ ടാക്സ് ഉണ്ട്. ഇതിലൊരു പ്രൊഡക്റ്റ് മാത്രമാണ് നിൽ റൈറ്റഡ്. ഓക്കെ. അപ്പോൾ ഒരു ഇൻവോയ്സസിൽ ഒരു പാർട്ട് നിൽ റൈറ്റഡും ഒരു പാർട്ട് ടാക്സിബിളും ആണെങ്കിൽ അത് GSTR1 നിൽ റൈറ്റഡ് ഇൻവോയ്സസിൽ ക്യാപ്ചർ ചെയ്യില്ല. പകരം അത് B2C സ്മോൾ ഇൻവോയ്സസിൽ ക്യാപ്ചർ ചെയ്യും. B2C സ്മോൾ ഇൻവോയ്സസ് നമുക്ക് നോക്കാം. B2C സ്മോൾ ഇൻവോയ്സസിൽ അത് കേരള 100 0 റേറ്റ് ഓഫ് ടാക്സ് 0 എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കണ്ടില്ലേ? അതിൻ്റെ ഇൻവോയ്സ് നമ്പർ ശ്രദ്ധിച്ചോ, B2C 9 C9 ABC 9. ഓക്കെ. നെക്സ്റ്റ് അത് ABC 9 ഇതാ. നെക്സ്റ്റ് ABC 9 ഇതവിടെ 12% റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ GSTR1 റിപ്പോർട്ട് എടുക്കുക. ഇതിൽ ടാലി എക്സ്പോർട്ട് GSTR1 എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ, ഒരു ഫെസിലിറ്റി, ഒരു ഫീച്ചേഴ്സ് ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. എക്സാക്റ്റ് GSTR സൈറ്റിൽ പറയുന്ന അതേ ടെംപ്ലേറ്റ് പ്രകാരമാണ് ടാലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ എക്സൽ ഫയൽ നമുക്ക് GSTയുടെ ടൂൾ ഉപയോഗിച്ചിട്ട്, GSTയുടെ ഓഫ്ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം, എറർ ഫ്രീ ആക്കാം. ഇതിലെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. B2B, B2C നിങ്ങൾ കണ്ടില്ലേ, B2C ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടിച്ച എല്ലാ ഡീറ്റെയിൽസും അതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, 0 റേറ്റഡ് അതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, B2C ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് നോട്ട് കണ്ടില്ലേ, എല്ലാം ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ട് അത് അഡ്വാൻസ് റെസീറ്റ്, അഡ്വാൻസ് അഡ്ജസ്റ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടോ, HSN കോഡ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, 0 റേറ്റഡും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാ റേറ്റും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ GSTR1 എങ്ങനെ ഈ എക്സൽ ഉപയോഗിച്ചിട്ട് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാം തുടങ്ങിയ വിഷയങ്ങളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.